ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വളരെ വിശേഷതയേറിയൊരു പഠന പരമ്പരയുടെ 104-ാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠനം റോമാലേഖനത്തിൽ നിന്നുള്ളതാണ്. റോമാലേഖന പഠനത്തിൽ അതിൻ്റെ 5-ാം അധ്യായത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ഈ 104-ാമത്തെ അവതരണത്തിൽ നാം ആരംഭിക്കുന്നത് റോമാലേഖനത്തിലെ വളരെ സുപ്രധാനവും വളരെ വിഷമതയേറിയതുമായൊരു വേദഭാഗ പഠനത്തിൻ്റെ ആരംഭമാണ്. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വേദഭാഗം. ഏക മനുഷ്യനാൽ എന്ന തലക്കെട്ടിൽ നാം ഈ ഭാഗം ആരംഭിക്കുകയാണ് പഠിക്കുവാൻ. 8-10 ക്ലാസ്സുകളോളം നമ്മൾ ഇതിനു വേണ്ടി ചെലവിടും. അത്രയ്ക്കും സങ്കീർണമാണ്, പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. ആദ്യം വേദഭാഗം ഒന്ന് വായിക്കാം. റോമർ 5, 12 മുതൽ 21 വരെ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെ നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. 18-ാം വാക്യം. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകരും പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. 21-ാം വാക്യം. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഏക മനുഷ്യനാൽ. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വേദഭാഗത്തിൽ നൽകപ്പെടുന്ന ഉറപ്പ് ആദാം മനുഷ്യകുലത്തിൻ്റെ നടുവിലേക്ക് എന്തെല്ലാം ദുരന്തങ്ങൾ കൊണ്ടുവന്നുവോ, ഏതെല്ലാം തരത്തിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഭവിഷ്യത്തുകളും പ്രവേശിപ്പിച്ചുവോ അതിനെയെല്ലാം കർത്താവായ യേശു നീക്കം ചെയ്ത് പരിഹാരമൊരുക്കി. ആദാമിൽ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. ആദാമിൽ നഷ്ടപ്പെട്ടതിനും വളരെയധികമായി യേശു ക്രിസ്തുവിൽ തിരികെ നൽകപ്പെട്ടു. ഇതാണ് അടിസ്ഥാന സന്ദേശം. റോമലേഖനം 5-ന്റെ 12 മുതൽ 21 വരെയുള്ള വേദഭാഗത്തിൻ്റെ അടിസ്ഥാന സന്ദേശം ഇതാണ്. അപ്പോൾ ഈ വേദഭാഗം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാൻ, 6-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാൻ പലപ്പോഴും നാം പ്രലോഭിപ്പിക്കപ്പെടും. പക്ഷെ അതൊരിക്കലും സാധിക്കില്ല. കാരണം 3 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, നാം നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഈ പുസ്തകത്തിൻ്റെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാരണം ഇനി വരാൻ പോകുന്ന പല അധ്യായങ്ങളിലും ഈ അധ്യായത്തിൽ പറയുന്ന, ഈ ഭാഗത്തിൽ പറയുന്ന പല ചിന്തകൾ, വിചാരങ്ങൾ, ആലോചനകളെല്ലാം വികസിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മൾ അവഗണിച്ച് കളഞ്ഞാൽ മുന്നോട്ടുള്ള പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിടും, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടും. കാരണം ഈ പശ്ചാത്തലത്തിലാണ് മറ്റു പല കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്ന സുപ്രധാന വിഷയമാണ്, ചിന്തയാണിത്. ഈ സത്യം നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് പ്രലോഭനം തോന്നുന്നത്? ഈ വേദഭാഗം വിട്ടിട്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ പലപ്പോഴും പ്രലോഭിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. ഈ പുസ്തകത്തിൽ മാത്രമല്ല, ബൈബിളിലെ മൊത്തത്തിലെടുത്താൽ പോലും റോമലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വേദഭാഗം ബൈബിളിലെ വളരെ കഠിനമേറിയ വേദഭാഗമാണ്. ഇതിലെ ഓരോ കോമയും കുത്തും വരെ എന്ന തരത്തിൽ നമ്മൾ സംസാരിച്ചാൽ എല്ലാം വളരെയധികം തർക്കവിഷയമായി വാദപ്രതിവാദങ്ങൾക്ക് കാരണമായി തീരുന്ന വിധത്തിൽ ഈ വേദഭാഗത്തിലെ പല വിഷയങ്ങളും
ക്രിസ്തീയ കോണത്തിൽ അതിനടിസ്ഥാനമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നിർണായകമായ വേദഭാഗമാണ്. അതേസമയത്ത് ഏറ്റവും കഠിനമേറിയ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു വേദഭാഗമാണ്. ഇത് ബൈബിൾ വ്യാഖ്യാതാക്കന്മാർക്ക് വളരെ വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഒരു കാരണം പൗലോസിൻ്റെ എഴുത്ത് ശൈലി. പൗലോസ് ഒരു സെൻറ്റൻസ് ആരംഭിച്ചാൽ പെട്ടെന്ന് അവസാനിപ്പിക്കില്ല. അതിന് ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക്, അവിടെ നിന്ന് വേറൊരു ചിന്തയിലേക്ക്, അവിടെ നിന്ന് വഴിവിട്ട് വേറൊരു ചിന്തയിലേക്ക്, ഇങ്ങനെ വളരെ ദൂരം പോകും ഒരു ചിന്തയിൽ ആരംഭിച്ചിട്ട്. ഉദാഹരണത്തിന് 12-ാം വാക്യത്തിൽ തുടങ്ങുന്ന ചിന്ത 18 വരെ നീണ്ടുപോകും. ഒരു ഒറ്റ സെൻറ്റൻസാണ്, ഒരു പ്രസ്താവനയായിട്ടാണ് നൽകിയിരിക്കുന്നത്. ചില സമയം ചില ക്രിയാപദങ്ങളും നാമരൂപങ്ങളും ഒക്കെ ചില പ്രയോഗങ്ങളൊക്കെ ഇടയ്ക്ക് അവസാനിപ്പിക്കും. ഇതിൽ മറ്റൊന്നിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടും. അപ്പോൾ ഈ വേദഭാഗത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത് നാം കണ്ടു. ക്രിസ്തുവും ആദാമും തമ്മിൽ ഒരു താരതമ്യം. ആദാമിൽ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെടുന്നതിൻ്റെ ഒരു പാരലൽ, സമാന്തരമായി ആദാമിനെ ഒരു വശത്തും മറുവശത്ത് ക്രിസ്തുവിനെ നിർത്തി അവതരിപ്പിക്കുകയാണ്. ചില സമയത്ത് എങ്ങനെയാണ് ഇവർ രണ്ടുപേരും ചില കാര്യത്തിൽ തുല്യരാണ്, ചില സന്ദർഭങ്ങളിൽ രണ്ടുപേരും വ്യത്യസ്തരാണ്, മറ്റു ചില വിഷയങ്ങളിൽ രണ്ടുപേരും തമ്മിൽ ഒരു താരതമ്യവും കാണില്ല. ഈ വിധത്തിൽ ആദാമിനെ ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ടാണ് പൗലോസ് വിഷയം അവതരിപ്പിക്കുന്നത്. ഈ വേദഭാഗം പൗലോസിൻ്റെ എഴുത്തുകളിൽ വെച്ച് ഏറ്റവും അധികം കാച്ചിക്കുറിക്കുക സംക്ഷിപ്തമായി അവതരിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണ്. കാരണം പൗലോസിൻ്റെ ചിന്തകൾ അത്രമാത്രം സംക്ഷിപ്തമാണ്. അതുകൊണ്ട് നമ്മളതിനെ വിശദമാക്കുമ്പോൾ, അതിനെ തുറക്കുമ്പോൾ പെട്ടെന്ന് ആ ചിന്തകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് പല കാര്യങ്ങൾ നാം മറ്റ് പല പ്രയോഗങ്ങളും വിഷയങ്ങളുമൊക്കെ നാം ഉപയോഗിച്ച് അത് വ്യാഖ്യാനിക്കാൻ നാം ശ്രമിക്കും. അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തൻ്റെ ചിന്തകൾ സംക്ഷിപ്തമായ രൂപത്തിലായതുകൊണ്ട്, കാച്ചി കുറുക്കിയ രൂപത്തിലായതുകൊണ്ട് അത് വിശദമാക്കുവാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കില്ല. ഒറ്റ വായന ഒരുപക്ഷെ മനസ്സിലാകില്ല. അതുകൊണ്ട് വളരെയധികം പിന്തുണ അതിന് വേണ്ടി വരും. അത് അപകടമാണ്. ചിലപ്പോൾ നമ്മൾ വചനത്തിൻ്റെ ആ അതിര് വിട്ടുപോകാൻ അത് ഇടവരും. പൗലോസിൻ്റെ എഴുത്ത് ശൈലി എങ്ങനെയാണ്? ഉദാഹരണത്തിന് 12-ാം വാക്യത്തിൽ ഏകമനുഷ്യരാൽ പാപവും പാപത്താൽ മരണവും എന്ന് പറയുമ്പോൾ ഏത് മരണമാണ്? ആത്മീക മരണമോ ഭൗതിക മരണമോ? അത് രണ്ടും കൂടെ ചേർന്നതാണോ? എല്ലാവരും പാപം ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? റോമർ 3:21 പറഞ്ഞ പോലെയുള്ള അതേ അർത്ഥത്തിലാണോ? അത് മറ്റെന്തെങ്കിലും അർത്ഥമാണോ? ഈ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അനേക തർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ചേർച്ചയില്ലാത്ത വിശദീകരണങ്ങൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ വേദഭാഗം വിശദീകരിക്കുമ്പോൾ അതിനെ സങ്കീർണമാക്കുന്ന മറ്റൊരു കാര്യം, ഈ വേദഭാഗത്തിൽ അടിസ്ഥാനപ്പെട്ട ലോകത്തിൽ അനേകം മനുഷ്യനിർമ്മിതങ്ങളായ ഉപദേശങ്ങൾ ഉത്ഭവിച്ചിട്ടുണ്ട്. കാരണം ചില വിഷയങ്ങൾ വ്യക്തമല്ല, മറഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഓരോ കൂട്ടരും, ഓരോ സംഘടനകളും, ഓരോ പ്രസ്ഥാനങ്ങളും അവരുടേതായ സൗകര്യമനുസരിച്ച് വ്യാഖ്യാനിച്ച് മനുഷ്യനിർമ്മിതങ്ങളായ വ്യാഖ്യാനങ്ങൾ, ഉപദേശങ്ങൾ ലോകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇത് ഏറ്റവും അധികം വികലമാക്കപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വേദഭാഗം പുതിയ നിയമത്തിലും പ്രത്യേകിച്ച് മൊത്തത്തിൽ ബൈബിളിലും ഏറ്റവും അധികം വികലമാക്കപ്പെട്ട, ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട വേദഭാഗമാണ്. അതുകൊണ്ട് ഈ വേദഭാഗം എന്ത് പറയുന്നു എന്ന് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഈ വേദഭാഗം എന്തല്ല പഠിപ്പിക്കുന്നത് എന്ന് ആദ്യം ബോധ്യപ്പെടാം. എന്തല്ല ഈ വേദഭാഗം ഉപദേശിക്കുന്നത്, പഠിപ്പിക്കുന്നത്? നമ്മൾ ആദ്യം ആ രീതിയിലാണ് പ്രവേശിക്കാൻ പോകുന്നത്. നാം പറഞ്ഞു 8 മുതൽ 10 വരെയുള്ള പാഠങ്ങൾ നമുക്ക് വേണ്ടി വരും ഈ ഭാഗം അല്പമെങ്കിലും മനസ്സിലാക്കാൻ. ആദ്യമായിട്ട് ഈ വേദഭാഗം എന്തല്ല പഠിപ്പിക്കുന്നത്? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദാമിൻ്റെ പാപം പരമ്പരാഗതമായിട്ട് സകല മനുഷ്യരിലേക്കും പടരുന്നു എന്ന് ഈ ഭാഗം പഠിപ്പിക്കുന്നില്ല. ആദാം ചെയ്ത പാപം, ആദാം ഹവ്വയുടെയും പാപം ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരിലേക്കും ജന്മനാ തന്നെ, ജനിക്കുമ്പോൾ തന്നെ പകരുന്നു. അതിൻ്റെ സ്വാധീനം എന്നതിനേക്കാളുപരി ആ ജന്മപാപം എല്ലാ മനുഷ്യരിലും ആദാമിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന ചിന്ത വചനവിരുദ്ധമാണ്. ഈ വേദഭാഗം അത് പഠിപ്പിക്കുന്നില്ല. ഇതൊരു വലിയ വിശ്വാസമാണ് ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ. ക്രിസ്ത്യാനികളെന്ന് സ്വയം വിളിക്കപ്പെടുന്നവർ പോലും അവർ ചിന്തിക്കുന്നത് ആദാമിൻ്റെ പാപമാണ് ഓരോ ജനിച്ചു വരുന്ന ശിശുവും സ്വീകരിക്കുന്നത്. ആദാമിൻ്റെ പാപം 3-ാം നൂറ്റാണ്ടിൽ, അതായത് ഏകദേശം പൗലോസിൻ്റെ കാലഘട്ടത്തിന് ഇത് 200-ൽ അധികം വർഷങ്ങൾക്ക് ശേഷമുണ്ടായ
ആത്മീയഗോളത്തെ പ്രവർത്തിച്ച ഒറിജിൻ എന്ന് പറയുന്ന ഒരു അപ്പോസ്തോലിക പിതാവായിരുന്ന മനുഷ്യൻ ജനിക്കുന്ന എല്ലാ ശിശുക്കളും പാപത്തിൽ നിന്ന് സ്വതന്ത്രരല്ല. ശിശുക്കളൊന്നും പാപത്തിൽ നിന്ന് സ്വതന്ത്രരല്ല, അവർ നിഷ്കളങ്കരല്ല എന്ന വാദം ആദ്യം ഉന്നയിച്ചു. 5-ാം നൂറ്റാണ്ടിൽ മറ്റൊരു സഭാപിതാവായ അഗസ്റ്റിൻ ഇതിനെ പ്രചരിപ്പിച്ചു. ഈ സിദ്ധാന്തത്തെ ഉറക്കെ പ്രസംഗിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. 5-ാം നൂറ്റാണ്ടിൽ അവസാനം ഉത്ഭവിപ്പിച്ച കത്തോലിക്ക സഭ, റോമൻ കത്തോലിക്ക സഭ, AD 606 റോമൻ കത്തോലിക്ക സഭ രൂപപ്പെട്ടത്. വചനപ്രകാരമുള്ള സഭയല്ല, വചനപ്രകാരമുള്ള സഭ കർത്താവിൻ്റെ സഭയാണ്. AD 606 രൂപം കൊണ്ട കത്തോലിക്ക സഭയും ഈ ആദിപാപമെന്ന ഈ ദൈവശാസ്ത്ര വിഷയത്തിന് പ്രചാരം കൊടുത്തു. പിന്നീട് കത്തോലിക്ക സഭയോട് വിഭജിച്ച് മത്സരിച്ച് നിന്ന പ്രൊട്ടസ്റ്റൻ്റ്, എതിർത്ത് നിന്ന വിഭാഗങ്ങൾ എന്നറിയപ്പെടുന്ന പ്രൊട്ടസ്റ്റൻ്റുകാരും ഈ വിശ്വാസത്തെ അംഗീകരിച്ചു. അവരും അതിനെ വിളിച്ചു ഹെറിഡിറ്ററി ഡിപ്രേവിറ്റി എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഉള്ള ഒരു വഷളത്തരം നികൃഷ്ടത മനുഷ്യരിലേക്ക് പടർന്നു കിടന്നു. പരമ്പരാഗതമായിട്ട് ജനിക്കുന്ന ഒരു ശിശു നിഷ്കളങ്കരല്ല. പരമ്പരാഗതമായിട്ട് ആദാമിൻ്റെ പാപം എല്ലാവരിലും പകരുന്നു എന്ന ചിന്ത, സമ്പൂർണമായ പാരമ്പര്യമായിട്ടുള്ള ജന്മപാപം, ടോട്ടൽ ഹെറിഡിറ്ററി ഡിപ്രേവിറ്റി എന്ന ആശയം അവരും സ്വീകരിച്ചു. ആദാമിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് ജോൺ കാൽവിൻ എന്ന് പറയുന്ന മനുഷ്യനുൾപ്പെടെയുള്ളവർ പഠിപ്പിച്ചത് ആദാമിൻ്റെ പാപം ശിശുക്കളെ മലിനമാക്കി, ദുഷിപ്പിച്ചു, അവരെ തകർത്തു, അവരെ എല്ലാ തരത്തിലും അപമാനിച്ചു. ആദാമിൻ്റെ പാപത്തിൻ്റെ സ്വാധീനം എല്ലാവരിലുമുണ്ട്. ആദാമിൻ്റെ പാപത്തിൻ്റെ കുറ്റം എല്ലാവരിലുമുണ്ട്. ഈ ഒരു ചിന്താഗതി ഒരു അടിസ്ഥാന ചിന്താഗതിയായി മാറി. കാൽവിനിസ്റ്റിക് ഉപദേശത്തിൻ്റെ അടിസ്ഥാന വിഷയം ഇതാണ്. അവരുടെ ചിന്താഗതി, ഈ കാഴ്ചപ്പാട് ഒരു മനുഷ്യൻ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള ഈ കാൽവിനിസ്റ്റിക് ഉപദേശത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കാണാം. 3 കാര്യങ്ങൾ അവരുടെ മനുഷ്യൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള കാഴ്ചപ്പാട് ശ്രദ്ധേയമാണ്. ഒന്ന്, അവർ പറയുന്നത് എല്ലാവരും ജനിക്കുമ്പോൾ കളങ്കപ്പെട്ടവരായിട്ടാണ് ജനിക്കുന്നത്. ആദാമിൻ്റെ പാപത്താൽ കളങ്കപ്പെട്ടവരായിട്ടാണ് സകല മനുഷ്യരും ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടും അവർക്ക് രക്ഷിക്കപ്പെടാൻ പറ്റില്ല. അവരെന്ത് ചെയ്താലും രക്ഷിക്കപ്പെടാൻ അയോഗ്യരാണ്. കാരണം സമ്പൂർണമായി പരമ്പരാഗതമായിട്ട് വികലമായി വഷളത്വത്തിൽ കളങ്കപ്പെട്ടവരായിട്ടാണ് എല്ലാവരും ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്താലും അവർ രക്ഷിക്കപ്പെടില്ല. അവരുടെ രണ്ടാമത്തെ കാഴ്ചപ്പാട്, ഇങ്ങനെയുള്ള അവസ്ഥയിലായതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഒന്നിനും കഴിയാത്ത മനുഷ്യന് പുനർജനനം സംഭവിക്കുകയുള്ളൂ, മാറ്റം സംഭവിക്കുകയുള്ളൂ, രക്ഷ സംഭവിക്കുകയുള്ളൂ. അവൻ സുവിശേഷം കേട്ടിട്ട് കാര്യമില്ല. അവനെക്കൊണ്ട് അവൻ ദൈവം മുൻകൂട്ടി നിർണയിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവന് സ്വന്തമായി എന്ത് ചെയ്താലും അവനൊരിക്കലും രക്ഷയിലേക്ക് വരാൻ പറ്റില്ല. ദൈവം പരിശുദ്ധാത്മാവിനെ നേരിട്ട് അയച്ചു കൊടുക്കണം. മൂന്നാമതവരുടെ ചിന്താഗതി, അവർ വിശ്വസിക്കുന്നത്, അവർ പറയുന്നത്, പഠിപ്പിക്കുന്നത്, ഉപദേശിക്കുന്നത് സ്വയം രക്ഷിക്കപ്പെടാൻ കഴിയാത്തത് കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ, രക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ രക്ഷ നഷ്ടപ്പെടില്ല. രക്ഷിക്കപ്പെട്ട മനുഷ്യൻ രക്ഷ നഷ്ടപ്പെടില്ല. വിശ്വാസത്യാഗം എന്നുള്ളത് ഒരിക്കലും സംഭവിക്കില്ല. കാരണം അവൻ സ്വയം നേടിയതല്ല രക്ഷ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് അവന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഒരിക്കലും രക്ഷ നഷ്ടപ്പെടില്ല. ചില ശിക്ഷകൾ കിട്ടിയെന്ന് വരും, ചില കിരീടങ്ങൾ മാറിയെന്ന് വരും, എന്നാലും രക്ഷ നഷ്ടപ്പെടില്ല. പക്ഷെ ദൈവനോ അതങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. കൃപയിൽ നിന്ന് വീഴും, ക്രിസ്തുവിനോട് വേർപെട്ടു പോകും, ഛർദ്ദിച്ചിലേക്ക് തിരിഞ്ഞു പോയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടും. ദൈവത്തിന് വേണ്ടി 50ഓളം വേദഭാഗങ്ങൾ നമുക്ക് സൗജന്യമായി ലഭിച്ച രക്ഷ നഷ്ടപ്പെടുമെന്നുള്ളതിൻ്റെ സൂചനയുണ്ട്. പക്ഷേ ഇവരുടെ ഉപദേശത്തിൽ അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ അതുമായി ചേർന്ന് നിൽക്കുന്ന മറ്റവസ്ഥകളുണ്ട്. ഈ ആദിപാപം, കാരണം ജനിച്ചപ്പോഴേ പാപത്തോടുകൂടി ജനിച്ചു. കർത്താവ് യേശുവിൽ പറഞ്ഞത്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവീൻ, ഇങ്ങനെയുള്ളവരുടേതല്ലയോ ദൈവരാജ്യമെന്നാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലായി വരണമെന്നാണ്. അപ്പോൾ ഈ ജന്മപാപം, ആദിപാപം എന്ന ചിന്താഗതി സ്വീകരിച്ച ഇക്കൂട്ടർ, കത്തോലിക്ക സഭക്കാരുൾപ്പെടെ അവർ അല്പം പ്രയാസപ്പെടാൻ തുടങ്ങി. കാരണം കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ പിന്നീട് അല്പം 1 മാസത്തിനുള്ളോ 2 മാസത്തിനുള്ളോ പ്രസവ സമയത്ത് മരിച്ചു പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? കാരണം അവർ കളങ്കപ്പെട്ടവരായിട്ടാണല്ലോ ശിശുക്കളും പോലും ജനിച്ചത്. ആദാമിൻ്റെ പാപത്തിൻ്റെ ഭവിഷ്യത്തും പേറിക്കൊണ്ടാണല്ലോ ശിശു ജനിച്ചത്.
അതുകൊണ്ട് ഇതിന് പകരമായിട്ട് എന്ത് ചെയ്യും? എന്താണ് ഇതിൻ്റെ മറുപടി? അതുകൊണ്ട് ശിശുക്കളെ സ്നാനപ്പെടുത്താൻ തുടങ്ങി. ശിശുക്കൾ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്നാനപ്പെടുത്താൻ തുടങ്ങി, അവിടെ ആ വലിയ പ്രശ്നം പരിഹരിക്കാൻ. അങ്ങനെ വന്നപ്പോൾ വേറൊരു പ്രശ്നം ഉത്ഭവിച്ചു. മരിച്ചുപോയ ശിശുക്കൾ എന്ത് ചെയ്യും? ജനത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ മരിച്ചുപോയ ശിശുക്കളെ എന്ത് ചെയ്യും? അപ്പോൾ ഒരു പുതിയ സിദ്ധാന്തമുണ്ടായി, ലിംബോ എന്ന് പറയുന്ന സിദ്ധാന്തം ഉത്ഭവിച്ചു. അതായത് മാമോദീസ കഴിയാത്ത മരിച്ച കുട്ടികളും ക്രിസ്തുവിന് മുമ്പ് മരിച്ച നല്ല മനുഷ്യരും ചെന്നെത്തുന്ന വിശ്വസിക്കുന്ന സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലം ലിംബോ. വചനവിരുദ്ധമാണ്, ദുരുപദേശമാണ്. കാരണം ഒരു മനുഷ്യൻ സുവിശേഷം കേട്ട് പക്വതയോടുകൂടി താൻ പാപിയാണെന്നുള്ള ബോധ്യം ലഭിച്ച് ക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറയാനുള്ള പ്രാപ്തി വന്ന് തൻ്റെ പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെടാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ് സ്നാനമേൽക്കേണ്ടത്, ശിശുക്കളല്ല. ശിശുക്കളുടെ തലയെ തൊട്ടുകൊണ്ട് വെള്ളം തലയെ തളിച്ചുകൊണ്ട് ആ ശിശു രക്ഷിക്കപ്പെടില്ല. ആ ശിശു സ്വർഗത്തിലേക്ക് ഒരുക്കപ്പെടില്ല. അപ്പോൾ ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരുന്നു. ഇതാണ് ക്രിസ്തീയ കോളത്തിൽ നടക്കുന്നത്. കാരണം അടിസ്ഥാനം തെറ്റിക്കിടക്കുകയാണ്. കാരണം ഓരോ ശിശുവും ജനിച്ചു വീഴുമ്പോൾ ആദാമിൻ്റെ പാപം പേറിക്കൊണ്ട് ജനിച്ചു എന്നുള്ള തെറ്റായ ഒരു ആരംഭത്തിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് ശിശുക്കളെ സ്നാനപ്പെടുത്തി. മരിച്ചുപോയ ശിശുക്കൾക്ക് വേണ്ടി ലിംബോ എന്നൊരു ഉപദേശമുണ്ടായി. ഇതിങ്ങനെ പടരുകയാണ്. യഥാർത്ഥത്തിൽ അവർ വചനവിരുദ്ധമായൊരു ചിന്തയിൽ തുടങ്ങിയതാണ്. കാൽവിനിസ്റ്റ് സിദ്ധാന്തം പോലെ ഒറിജിൻ കൊണ്ടുവന്നു, അഗസ്റ്റിൻ പ്രചരിപ്പിച്ചു, കത്തോലിക്കർ അത് സ്ഥിരീകരിച്ചു, പ്രൊട്ടസ്റ്റന്റുകാർ പലതും സ്വീകരിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധം നേരിട്ട് പ്രവർത്തിച്ചാണ് ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് വരുന്നത്. അങ്ങനെയല്ല, സുവിശേഷം കേൾക്കുമ്പോഴാണ്. സുവിശേഷം കേൾക്കണം, പാപിയാണെന്ന് ബോധ്യപ്പെടണം, എനിക്ക് രക്ഷ ആവശ്യമാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം, കർത്താവ് യേശുവിന്റെ രക്ഷകനെ മനസ്സിലാക്കണം, ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയണം. നമ്മുടെ ഭാഗത്ത് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അനുസരണം, വിശ്വാസത്തിൽ എപ്പോഴും അനുസരണം വേണം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് വചനവിരുദ്ധമാണ്. ഹുമനിയോസും അലക്സാണ്ടറും വിശ്വാസ കപ്പൽ തകർന്നുപോയി. വിശ്വാസത്തെ പിൻവാങ്ങിപ്പോയവരെക്കുറിച്ച് പറയുന്നു, പിന്മാറുന്ന താക്കീത് പറയുന്നു. തിരിഞ്ഞു പോകരുത്, പിന്മാറ്റക്കാരുടെ ദൈവത്തിൽ പ്രസാദമില്ലെന്ന് പറയുന്നു. കൃപയിൽ നിന്ന് വീഴും, ക്രിസ്തുവിനോട് വേർപെട്ടു പോകും. എന്തിനാണ് ഈ താക്കീതുകൾ? ഇബ്രാഹിം ലേഖനം 6-ാം അധ്യായത്തിലും ഇബ്രാഹിം ലേഖനം 10-ാം അധ്യായത്തിലും ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലും പത്രോസ് ലേഖനത്തിലും ഒക്കെ കാണാം. ഇപ്പോൾ വിശ്വാസത്തിൽ വന്ന് രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ട് നഷ്ടപ്പെടില്ലെങ്കിൽ എന്തിനാണ് താക്കീത്? അപ്പോൾ അത് ദുരുപദേശമാണ്, അത് തെറ്റാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു, വളരെയധികം സമയം നമ്മൾ ഈ ഭാഗത്ത് കടന്നു പോകേണ്ടി വരും. ആദാമിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലേക്ക് ഇത് മടങ്ങി വന്നിട്ട് അവസാനിപ്പിക്കട്ടെ. ആദാമിൽ എന്താണോ നഷ്ടപ്പെട്ടത് അത് ദൈവം ക്രിസ്തുവിൽ തിരികെ സ്ഥാപിക്കുകയാണ്. ആദാമിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ അധികമായി ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെടുകയാണ്. അതാണ് ഈ വേദഭാഗത്തിലെ പ്രധാന ചിന്ത. ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടത്, ആദാമിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം ആദ്യ മനുഷ്യനാണ് ആദാമാണ് പാപത്തെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നത്. ആദാമിലൂടെ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി അധികമായി ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ തരികയാണ്. ഇപ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വേദഭാഗം പഠിക്കുന്നത് വളരെയധികം അനുഗ്രഹമായി മാറും. വേദഭാഗം വായിക്കുക. റോമലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെ. ദൈവം നിങ്ങളെ സഹായിക്കും.